നമസ്കാരം. ഞാൻ എം.എൻ. കാരശ്ശേരി. നമ്മുടെ തെളി മലയാളം ഭാഷാ ചർച്ചാവേദി. അപ്പോൾ എന്നോട് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ചാനൽ ചർച്ചയിലും ചില പ്രസംഗത്തിലുമൊക്കെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് മലബാർ എന്നുള്ള ആളുകൾ, വടക്കേ മലബാറുകാരാണ് അധികം അങ്ങനെ പറയുന്നത്, അവർ പറയുന്നു അങ്ങനെ കാണാൻ വേണ്ടി കഴിയും എന്ന്, അതുപോലെ പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇത് തെറ്റല്ലേ? അല്ല, കാര്യം മനസ്സിലാവാൻ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ മതി, പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മതി. കാണാൻ വേണ്ടി കഴിയും എന്നോ പറയാൻ വേണ്ടി കഴിയില്ല എന്നോ പറയേണ്ട ആവശ്യം ഇല്ല. ഇതിങ്ങനെ എഴുത്തിലധികം കണ്ടിട്ടില്ല, പ്രസംഗത്തിലും വർത്തമാനത്തിലൊക്കെയാണ്. അപ്പോൾ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, പക്ഷെ അഭംഗിയാണ്, അനാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ രണ്ട് വാക്കുകൊണ്ട് പറയാവുന്നൊരു കാര്യമാണ് നമ്മളവിടെ 3 വാക്കുകൊണ്ട് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കാണാൻ കഴിയും എന്നും പറയാൻ കഴിയില്ല എന്നും പറഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലൂടെ പറയാണ്, അത് തെറ്റാണെന്നല്ല പറയുന്നത്, അത് അസുന്ദരമാണ്, അത് അനാവശ്യമാണ്. ഭാഷ ഭംഗിയാവാൻ വേണ്ടത് അതൊന്നും മുറുകിയിരിക്കുക, അനാവശ്യ പദങ്ങൾ ഒന്നും വേണ്ടല്ലോ, അത് ഒഴിവാക്കുന്ന നല്ലത്. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ പത്രഭാഷയിൽ, എഴുത്തുഭാഷയിൽ സാധാരണ പറയാനുള്ളതാണ്, മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് പ്രസ്താവിച്ചു. അതിപ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു എന്ന് മതിയല്ലോ, ആ വെച്ചില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. ആ വെച്ച് ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം അധികം ആയിട്ട് അതിൽ വന്നിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഹൈദരാബാദിൽ വെച്ച് അന്തരിച്ചു. മുൻ മുഖ്യമന്ത്രി ഹൈദരാബാദിൽ അന്തരിച്ചു എന്ന് മതി. അപ്പോൾ അത് തെറ്റാണോ? തെറ്റല്ല. അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരിയാ, നമ്മൾ അത് ആവശ്യമില്ലാത്തൊരു പ്രയോഗം, അത് വേണ്ട, അത് മറ്റേ മാതിരി മതി. തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു, ഹൈദരാബാദിൽ അന്തരിച്ചു എന്ന് മതി. പിന്നെ നമ്മുടെ പത്രഭാഷയിൽ പലപ്പോഴും കാണുന്നതാണ്, ഇപ്പോൾ കലക്ടർ അധ്യക്ഷത വഹിച്ചു. വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷേ ജില്ലാ കലക്ടർ അധ്യക്ഷനായിരുന്നു എന്ന് പറഞ്ഞാൽ ഭാഷ ഒന്നുകൂടി ഒന്ന് മുറുകും, കുറച്ചുകൂടി മുറുക്കം കിട്ടും. എങ്ങനെ? ജില്ലാ കലക്ടർ അധ്യക്ഷനായി എന്ന് പറഞ്ഞാൽ അത്ര മതിയല്ലോ, കാര്യം മനസ്സിലാവാനാണുള്ളത്. ജില്ലാ കലക്ടർ അധ്യക്ഷനായി. ഇതുപോലെ ഇപ്പം കോർപ്പറേഷൻ മേയർ ഉദ്ഘാടനം നിർവഹിച്ചു. തെറ്റുണ്ടോ? തെറ്റില്ല. അതിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കോർപ്പറേഷൻ മേയർ ഉദ്ഘാടകനായിരുന്നു, അത് ഒന്നുകൂടി ചുരുക്കാം. എങ്ങനെ? കോർപ്പറേഷൻ മേയർ ഉദ്ഘാടകനായി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളെപ്പോഴും പത്രത്തിലും ടി വിയിലും ഒക്കെ കാണുന്ന ഒരു പ്രയോഗമാണ്, മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ന് അമേരിക്കയിലേക്ക് പോയി. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ന് അമേരിക്കയിലേക്ക് പോയി. അതിലവിടെ അദ്ദേഹത്തിൻ്റെ ഒരാവശ്യമില്ല. അതൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൻഡ് ഹിസ് വൈഫ് എന്ന് പറയും. മലയാളത്തിൽ അതിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയും ഭാര്യയും ഇന്ന് അമേരിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. നമ്മുടെ രീതിക്ക് അത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? മുഖ്യമന്ത്രിയും ഭാര്യയും ഇന്ന് അമേരിക്കയിലേക്ക് പോയി എന്ന് മതി. അപ്പോൾ ഒരു ആവശ്യമില്ലാതെ ഒരു അദ്ദേഹത്തിൻ്റെ എന്ന് കൂട്ടിച്ചേർക്കേണ്ട വിഷയമില്ലല്ലോ. ഇതൊരു വേറൊരു വാക്യം നോക്കാം. വൈസ് ചാൻസലറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ആ കാറിലുണ്ടായിരുന്നത്. എങ്ങനെ? വൈസ് ചാൻസലറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ആ കാറിലുണ്ടായിരുന്നത്. അവിടെയും ആ അദ്ദേഹത്തിൻ്റെന്ന് വേണ്ട, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വേറെ വല്ലൊരു കുടുംബമാണെങ്കിൽ അതെടുത്ത് പറയണം.
സ്വന്തം കുടുംബമാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി, വൈസ് ചാൻസലറും കുടുംബവുമാണ് ആ കാറിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റും, തെറ്റില്ല. പക്ഷെ ഞാൻ ആവർത്തിക്കുകയാണത്, അത് അഭംഗിയാണ്, അസുന്ദരമാണ്. കഴിയുന്നതും കുറച്ച് അക്ഷരം കൊണ്ട് ആശയം സംവേദനം ചെയ്യുക എന്നുള്ളതാണ് ഭാഷയുടെ വെടിപ്പ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ ആലോചിച്ച ആളാണ് കുട്ടിക്കൃഷ്ണമാരാർ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണത്, മലയാള ശൈലി. 1942 വന്ന പുസ്തകം. അതിന് പിന്നെ പല പതിപ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ പുസ്തകം കിട്ടാനുണ്ട്. ഇത്തരം അനവധി കാര്യങ്ങളെപ്പറ്റി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകം ഇപ്പോൾ അച്ചടിക്കുന്നത് കോഴിക്കോട്ടെ മാരാർ സാഹിത്യ പ്രകാശാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി പല ആളുകളും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ AR രാജരാജവർമ്മ, G ശങ്കരക്കുറുപ്പ്, ഇപ്പോൾ പിൽക്കാലത്താണെങ്കിൽ പന്മന രാമേന്ദ്രൻ നായർ, CV വാസുദേവ ഭട്ടതിരി, അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് തെളി മലയാളം എന്നാണ്. വാസുദേവ ഭട്ടതിരിയുടെ പുസ്തകത്തിൻ്റെ പേര് നല്ല മലയാളം എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ആളുകൾ ആ മാതിരി പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. പിന്നെ വായിക്കുമ്പോൾ, നമ്മൾ പത്രം വായിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, TV കാണുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ ഇതിൽ അനാവശ്യ പദങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ വർത്തമാനം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഒക്കെ അത് ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എഴുതുമ്പോൾ അങ്ങനെയല്ല. എഴുതുമ്പോൾ ഒരാൾക്ക് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് വായിച്ചു നോക്കാം. അതിൽ ആ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പറയാൻ അത്യാവശ്യമില്ലാത്ത വാക്കുകൾ, വാക്യങ്ങൾ, വിശേഷണ പദങ്ങളൊക്കെ വെട്ടിക്കളയാം. അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് അതാണ്, അതിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പല ആളുകളുടെയും പ്രസംഗം എന്ന് പറഞ്ഞാൽ അവർ 1 മണിക്കൂർ പ്രസംഗിക്കുന്നത് മര്യാദയ്ക്കാണെങ്കിൽ ഒരു 15 മിനിറ്റോട് പറയാവുന്ന കാര്യങ്ങളാണ്. അതിന് പ്രസംഗം പോട്ടെ, പ്രസംഗത്തിൽ അതിവിസ്താരമൊക്കെ അതിൻ്റെ രീതിയാണ്, ആവർത്തനം, ശാഖാചങ്ങനമൊക്കെ. എഴുത്തങ്ങനെയില്ല. എഴുത്തിലിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണെങ്കിലും ഒരു 5 വാക്യം കൊണ്ട് പറയാവുന്നത് 15 വാക്യം കൊണ്ട് പറയരുതല്ലോ. അപ്പോൾ അത് കഴിയുന്നത്ര ആളുകൾ വായിക്കുന്നത് ചുരുങ്ങും. ഇതൊരു നീണ്ട സാധനമാണ് എന്ന് വെച്ച് വിട്ടുകളെ, അങ്ങനെയല്ല. കഴിയുന്നത്ര ചുരുക്കിയിട്ട് 1 or 2 വാക്യം കൊണ്ട്, അല്ലെങ്കിൽ 3 or 4 വാക്യം കൊണ്ട് പറയാവുന്നത് അങ്ങനെ പറയണം. അപ്പോൾ അതിനൊരു പരിശീലനം വേണം. പരിശീലനം തന്നെ പുസ്തകം നോക്കി വായിക്കാൻ മാത്രമല്ല, നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ എഴുതിയത് വെട്ടിക്കളയാനും മാറ്റി എഴുതാനൊക്കെ ഉള്ള ഒരു മനസ്സൊരുക്കം വേണം. നമ്മൾ എഴുതി അതുകൊണ്ട് അത് മഹത്താണ്, ഇനി വെട്ടാനും തിരുത്താനും ഒന്നുമില്ല എന്ന മട്ടിലായാലും ഭാഷ വെടിപ്പാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ അമ്പരക്കുകയാണ് അതിൻ്റെ ഓർമ്മ വരുമ്പോൾ, മാധവിക്കുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, അവർ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കഥ എഴുതി തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കഥകൾ മാതൃഭൂമി ആഴ്ചയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ വല്യമ്മാവനാണ് നാലപ്പാട് നാരായണമേനോൻ. മാധവിക്കുട്ടിയുടെ അമ്മയാണ് നാലപ്പാട് ബാലാമണിയമ്മ. ബാലാമണിയമ്മയുടെ അമ്മാവനാണ് നാലപ്പാട് നാരായണമേനോൻ. അതാ വല്യമ്മാവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വല്യമ്മാവൻ്റെ വലിയ സുഹൃത്താണ് കുട്ടികൃഷ്ണമാരാർ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരിക്കലും എന്നോട്, കുട്ടികൃഷ്ണമാരാരുടെ മലയാള ശൈലി നോക്കിയിട്ട് ഞാൻ ഭാഷ വെടിപ്പാക്കാൻ പരിശീലിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടി അങ്ങനെ ചെയ്തതെന്ന് പൊതുവെ ആളുകൾക്ക് അങ്ങനെ അറിയില്ല, ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവർ 10ാം ക്ലാസ് തോറ്റു, പിന്നെ പഠിത്തം നിർത്തി. പിന്നെ അവർ സ്കൂളിൽ കോളേജിലൊന്നും പോയിട്ടില്ല. അവർ കോളേജിൽ ചേരാൻ അവർക്ക് 10ാം തരത്തിൽ പഠിക്കുമ്പോൾ അവർ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റു. അങ്ങനെയാണ് അവരെ ഉടനെ തന്നെ അച്ഛൻ VM നായർ അവരെ കല്യാണം കഴിച്ച് അയച്ചു. അപ്പോൾ അതായത് നമ്മൾ എഴുതുമ്പോൾ ഭാഷ ഒന്ന് കുറുകിയിരിക്കുക, ഒന്ന് മുറുകിയിരിക്കുക, അതൊരു വലിയ കാര്യമാണ്. അത് പ്രസംഗത്തിൽ നല്ലതാണ്. ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ, അതാണ് ഇപ്പോൾ ഈ കാണാൻ വേണ്ടി കഴിയും എന്ന് പറയുമ്പോൾ അത് ശീലമില്ലാത്ത ആളുകൾക്ക് കേട്ടാൽ ഒരു ബോറ് തോന്നും. അപ്പോൾ അങ്ങനെ ഭാഷ ബോറടിക്കരുത്, പദപ്രയോഗങ്ങൾ ബോറടിക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധ നമുക്ക് വേണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നന്ദി, നമസ്കാരം.